morning, students. In the beginning of the lesson, we discussed some problems for the crisis in the agricultural field. Today, we are discussing how we can overcome the crisis by adopting modern agricultural practices. എങ്ങനെയാണ് ഈ കാർഷിക രംഗത്തുള്ള പ്രതിസന്ധികളെ മോഡേൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്ത് ഓവർകം ചെയ്യുന്നത് നമുക്ക് ഒന്ന് നോക്കാം. Here we can see a newspaper report. Come on farmers, be high tech. The farmers in the district have been encouraged to enter high tech farming. What are the advantages of adopting modern agricultural practices? ഈ മോഡേൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത്? We can increase agricultural production, can control weeds and pests, കളകളെയും കീടങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കും. Then we can overcome the difficulties in irrigation, ജലസേചനത്തിലുള്ള പ്രയാസങ്ങൾ ഓവർകം ചെയ്യാം. We can overcome climatic changes to a certain extent. Climatic changes ഓവർകം ചെയ്യാൻ സാധിക്കും. And the lack of space also can be solved. Lack of space is one of the major problems in agricultural sector. ഈ മോഡേൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ആ സ്ഥല പരിമിതിയും ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. Climatic change is an important crisis in the agricultural sector. The unpredictable climate adversely affect traditional farming methods. അതായത് നമുക്ക് പ്രവചനാതീതമായ ക്ലൈമറ്റ് ചേഞ്ച്, പ്രതികൂല കാലാവസ്ഥ നമ്മുടെ കൃഷിയെ വളരെയധികം സ്വാധീനിക്കാറുണ്ട്. The techniques that are used to overcome these challenges are gaining currency. Let us discuss some of the important modern agricultural practices that the farmers are practicing today. First method is polyhouse farming. What is polyhouse farming? What are its advantages? Polyhouse farming is a special kind of arrangement in which a crop field is completely or partially covered by transparent polythene sheet. കൃഷിഭൂമി കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പാർഷ്യലായിട്ടോ ഒരു പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്യുന്ന രീതിയാണ് പോളിഹൗസ് എന്ന് പറയുന്നത്. Polyhouse is a special kind of arrangement in which a crop field is completely or partially covered by transparent polythene sheet. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് കൃഷിഭൂമി ഒന്നുകിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുക അല്ലെങ്കിൽ പാർഷ്യലായിട്ട് കവർ ചെയ്യുക. ആൻഡ് ദ ടെമ്പറേച്ചർ ആൻഡ് മോയിസ്ചർ ഇൻ ദ പോളിഹൗസ് ഈസ് കോൺസ്റ്റൻ്റ്ലി റെഗുലേറ്റഡ്. ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ് ബിക്കം റാപ്പിഡ്. ഈ പോളിഹൗസിലെ ടെമ്പറേച്ചറും അതിലെ മോയിസ്ചറും റെഗുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് പ്ലാന്റ് ഗ്രോത്ത് വളരെ റാപ്പിഡാണ്, വളരെ പെട്ടെന്ന് ചെടികൾ വളരും. കാരണം അതിൽ ടെമ്പറേച്ചറും മോയിസ്ചറും കോൺസ്റ്റൻ്റ് ആയിട്ട് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ന്യൂട്രിയൻസ് ആർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ആൻഡ് ആർ സപ്ലൈഡ് ഓൺ പ്ലാന്റ്സ് ത്രൂ ഡ്രിപ്പ് ഇറിഗേഷൻ. അതായത് ഇറ്റിറ്റ് വീഴുന്ന രീതിയിലാണ് ന്യൂട്രിയൻ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പോഷക ഘടകങ്ങൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ച് ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് ചെടികൾക്ക് സപ്ലൈ ചെയ്യുന്നത്. പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ വിൽ ഓൾസോ ബി ലെസ് ബിക്കോസ് ദ സൈഡ്സ് ഓഫ് പോളിഹൗസ് ആർ കവേർഡ് വിത്ത് നെറ്റ്. ഈ പോളിഹൗസിൻ്റെ സൈഡ്സ് നെറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് പെസ്റ്റ് ഇൻഫെസ്റ്റേഷനും കുറവാണ്, കീടങ്ങളൊന്നും ആക്രമിക്കുകയില്ല ചെടികളെ. ഓൾദോ ദ എക്സ്പെൻസ് ഈസ് ഹൈ ഇൻ ദ ബിഗിനിങ്, ക്രോപ്പ് ഈൽഡ് ഈസ് മെനി ടൈംസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ റെഗുലർ ഫീൽഡ്. സാധാരണ നമ്മൾ റെഗുലർ ഫീൽഡിൽ സാധാരണ ഫീൽഡിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വിളവ് ഈ പോളിഹൗസ് ഫാമിങ്ങിലൂടെ ലഭിക്കും. ആദ്യം ഇത് തുടങ്ങാൻ കുറേ ചിലവുണ്ട്, എങ്കിലും ക്രോപ്പ് ഈൽഡ് വളരെ കൂടുതലാണ്. പോളിഹൗസ് ഫാമിംഗ്. ദ പ്ലാന്റ് ഗ്രോത്ത് ഇൻ എ പോളിഹൗസ് ഈസ് വെരി റാപ്പിഡ്. വൈ? ബിക്കോസ് ദ ടെമ്പറേച്ചർ ആൻഡ് മോയിസ്ചർ ഇൻ ദ പോളിഹൗസ് ഈസ് കോൺസ്റ്റൻ്റ്ലി റെഗുലേറ്റഡ്. ടെമ്പറേച്ചറും മോയിസ്ചറും കോൺസ്റ്റൻ്റ് ആയിട്ട് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് പ്ലാന്റിൻ്റെ ഗ്രോത്ത് വളരെ പെട്ടെന്നാണ്.
Then what are the advantages of polyhouse farming? Polyhouse farming inde advantages എന്തൊക്കെയാണെന്ന്. First one, plants grow very rapidly. Pest infestation is very less as the sides of polyhouse are covered with a net. Crop yield is many times greater than that of the regular field. These are the advantages of polyhouse farming. The second method is precision farming. In this method of farming, the nature of soil, quantity of elements in the soil, pH value of soil, presence of water, etc. in the crop field are tested using modern technology, and appropriate crops are selected for cultivation. ഈ പ്രിസിഷൻ ഫാമിങ്ങിൽ ചെയ്യുന്നത് ആദ്യം മണ്ണ് ടെസ്റ്റ് ചെയ്യും. The soil in the crop field is tested using modern technology, and then the crops suitable for that soil is selected. ആ മണ്ണിൽ വളർത്താൻ യോജിച്ച ചെടികളെ സെലക്ട് ചെയ്യും. The nature of soil, quantity of elements in the soil, മണ്ണിലെ എലമെൻസിൻ്റെ അളവ്, മണ്ണിൻ്റെ പ്രത്യേകത, pH, സോയിൽ pH, വാട്ടറിൻ്റെ സാന്നിധ്യം, ഇതെല്ലാം ടെസ്റ്റ് ചെയ്യും. അതിനനുസരിച്ച് ആ മണ്ണിൻ്റെ നേച്ചർ അനുസരിച്ച് അതിൽ വളരുന്ന ചെടികളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ മെത്തേഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ബൈ കവറിംഗ് ദ സോയിൽ യൂസിങ് പോളിത്തീൻ ഷീറ്റ് വി ക്യാൻ ഇഫക്റ്റീവ്ലി കൺട്രോൾ വീഡ്സ് ആൻഡ് ഓൾസോ ലിമിറ്റ് ഇറിഗേഷൻ. ഇവിടെ സോയിൽ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കും. അങ്ങനെ കവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് വീഡ്സ്, കളകളെ നിയന്ത്രിക്കാനും അതേപോലെ ഇറിഗേഷൻ ഒരളവ് വരെ ലിമിറ്റ് ചെയ്യാനും സാധിക്കും. പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് സോയിൽ കവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇറിഗേഷൻ ലിമിറ്റ് ചെയ്യാനും അതിലെ വീഡ്സിനെ ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പ്രിസിഷൻ ഫാമിംഗ്? ഫസ്റ്റ് വൺ, ക്രോപ്പ് പ്ലാന്റ്സ് സ്യൂട്ടബിൾ ഫോർ ദ സോയിൽ ക്യാൻ ബി സെലക്റ്റഡ്. ആ മണ്ണിൽ വളരാൻ യോജിച്ച ചെടികളെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. വീഡ്സ് ക്യാൻ ബി കൺട്രോൾഡ് ഇഫക്റ്റീവ്ലി. അൺവാണ്ടഡ് പ്ലാന്റ്സ് ആണ് വീഡ്സ് എന്ന് പറയുന്നത്, കളകൾ. വീഡ്സ് ക്യാൻ ബി കൺട്രോൾഡ് ഇഫക്റ്റീവ്ലി ആൻഡ് ഇറിഗേഷൻ ക്യാൻ ഓൾസോ ബി ലിമിറ്റഡ്. ഇറിഗേഷൻ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് കൾട്ടിവേഷൻ വിത്തൗട്ട് സോയിൽ. ക്യാൻ ബി ഗ്രോ പ്ലാന്റ്സ് വിത്തൗട്ട് സോയിൽ. മണ്ണില്ലാതെ കൃഷി ചെയ്യാൻ സാധിക്കുമോ? യെസ്, സയൻസ് ഹാസ് പ്രൂവ്ഡ് ദാറ്റ് cultivation is possible in the absence of soil even though there are limitations. ധാരാളം ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും മണ്ണില്ലാതെ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾസ് ആർ എയ്റോപോണിക്സ് ആൻഡ് ഹൈഡ്രോപോണിക്സ്. ഹിയർ യു ക്യാൻ സീ ദ ഡയഗ്രാം ഓഫ് ഹൈഡ്രോപോണിക്സ് ആൻഡ് എയ്റോപോണിക്സ്. ഇൻ ഹൈഡ്രോപോണിക്സ് പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ ന്യൂട്രിയൻ സൊല്യൂഷൻ. പോഷക ലായനിയിലാണിത് ചെടികൾ വളർത്തുന്നത്. Hydroponics, plants are grown in nutrient solution. There is no need of soil. In aeroponics, plants are grown in such a way that their roots grow into the soil. The roots ആണ് ഈ കാണുന്നത്. പ്ലാന്റ്സ് മുകളിലുണ്ട്. Roots are grown into the air and nutrients are sprayed directly on roots. എയറിലേക്ക് വേരുകൾ വളർന്നിറങ്ങുന്ന രീതിയിലാണ് പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ന്യൂട്രിയൻസ് വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്യുന്ന രീതിയാണ് എയ്റോപോണിക്സ്. ഇൻ ബോത്ത് ദ കേസസ് ദർ ഈസ് നോ നീഡ് ഓഫ് സോയിൽ. ഇൻ മോഡേൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഹൈബ്രിഡ് വെറൈറ്റീസ് ആർ യൂസ്ഡ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ. ബട്ട് ഇൻ ട്രഡീഷണൽ മെത്തേഡ്സ് ഇൻഡിജിനസ് വെറൈറ്റീസ് ആർ യൂസ്ഡ്. മോഡേൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസസിൽ നമ്മൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി ഹൈബ്രിഡ് വെറൈറ്റീസിനെ ഉപയോഗിച്ചു. എന്നാൽ ട്രഡീഷണൽ മെത്തേഡിൽ, പരമ്പരാഗതമായ കൃഷി രീതിയിൽ നാടൻ വെറൈറ്റീസാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഈസ് ഇറ്റ് എസെൻഷ്യൽ ടു റീറ്റെയിൻ ഇൻഡിജിനസ് വെറൈറ്റീസ് വെൻ മെനി ഹൈബ്രിഡ് വെറൈറ്റീസ് ആർ അവൈലബിൾ? ഹൈബ്രിഡ് വെറൈറ്റീസ് അവൈലബിൾ ആണ് ധാരാളം. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഈ നാടൻ ഇനങ്ങളെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ലെറ്റ് us read the illustration. Native varieties for tomorrow. Indigenous varieties of a locality are varieties that acquire natural immunity by adapting to the climate, the availability of food, soil texture of that place, etc.
We had many cattle varieties of high disease resistance and low cost of management, though they were less productive. We also had crops of diverse taste and nutrients. Many indigenous tuber crops are disappearing today. Dioscorea, taro, arrowroot, etc. have been eliminated from our diet. We must realize that through the extinction of these food crops that are rich in nutrients and easy to cultivate, we are losing invaluable treasure. What are native varieties or indigenous varieties? Indigenous varieties എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് കാണുന്ന ചെടികളാണ്. അവ അവിടുത്തെ ക്ലൈമറ്റ്, ഫുഡിൻ്റെ അവൈലബിലിറ്റി, മണ്ണിൻ്റെ സ്ട്രക്ചർ എന്നിവയ്ക്കനുസരിച്ച് നാച്ചുറൽ റെസിസ്റ്റൻസ് പവർ നേടിയവരാണ്. ഇതാണ് ഇൻഡിജിനസ് വെറൈറ്റീസ് ഓഫ് എ ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. ഇൻഡിജിനസ് വെറൈറ്റീസ് ഓഫ് എ ലൊക്കാലിറ്റി ആർ വെറൈറ്റീസ് ദാറ്റ് അക്വയർ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. അത് പ്രകൃത്യാ ഒരു പ്രതിരോധ ശേഷി നേടിയ ഇനങ്ങളാണ്. വി ഹാഡ് മെനി കാറ്റിൽ വെറൈറ്റീസ് ഓഫ് ഹൈ ഡിസീസ് റെസിസ്റ്റൻസ്. നമുക്ക് ധാരാളം കന്നുകാലി സമ്പത്തുണ്ടായിരുന്നു. അവയ്ക്ക് ഹൈ ഡിസീസ് റെസിസ്റ്റൻസ് ആണ്. അതേപോലെ ലോ കോസ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ്, പരിചരണത്തിന് ചെലവ് കുറഞ്ഞതുമായ നാടൻ കാറ്റിൽ വെറൈറ്റീസ് ധാരാളം നമുക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ മെനി ഇൻഡിജിനസ് ട്യൂബർ ക്രോപ്സ്, ദേ ഹാവ് ഡൈവേഴ്സ് ടേസ്റ്റ് ആൻഡ് ന്യൂട്രിയൻസ് വെർ ഓൾസോ ദെയർ. വിവിധ രുചിയും പോഷകങ്ങളും നൽകുന്ന ധാരാളം ഫുഡ് ക്രോപ്സ് നമുക്കുണ്ടായിരുന്നു. ആൻ എക്സാമ്പിൾ ഡയസ്കോറിയ, താരോ. ഡയസ്കോറിയ മീനിങ് കാച്ചിൽ, താരോ ചേമ്പാണ്, ആരോ റൂട്ട് കൂവക്കിഴങ്ങെന്ന് പറയും. ഇതൊക്കെ ഇന്ന് നമ്മുടെ ഡയറ്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുക. ഇതെല്ലാം ഡിസപ്പിയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഭൂമിയിൽ നിന്ന് തന്നെ ഇത് ഡിസപ്പിയർ ചെയ്യുന്നു. വി മസ്റ്റ് റിയലൈസ് ദാറ്റ് ത്രൂ ദ എക്സ്റ്റിങ്ഷൻ ഓഫ് ദീസ് ഫുഡ് ക്രോപ്സ് ദാറ്റ് ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആൻഡ് ഈസി ടു കൾട്ടിവേറ്റ്, വി ആർ ലോസിങ് അവർ ഇൻവാല്യുബിൾ ട്രഷർ. നമ്മളുടെ അമൂല്യമായ സമ്പത്താണ് ഈ വിളകൾ നശിച്ചു പോകുന്നതിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോ വി മസ്റ്റ് പ്രൊട്ടക്റ്റ് അവർ നേറ്റീവ് വെറൈറ്റീസ്. ഇനി ഈ നേറ്റീവ് വെറൈറ്റീസ് ഡിസപ്പിയർ ചെയ്താൽ എന്താണ് ഉള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ വാട്ട് ഈസ് എ നീഡ് ഫോർ കൺസർവിങ് നേറ്റീവ് വെറൈറ്റീസ്. നേറ്റീവ് വെറൈറ്റീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? നമ്മൾ കുറച്ചിപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ദേ ആർ സ്യൂട്ടബിൾ ഫോർ ദ ക്ലൈമറ്റ് ആൻഡ് സോയിൽ, ദേ ഹാവ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി, ലോ കോസ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ്, ഹൈ ഡിസീസ് റെസിസ്റ്റൻസ് എക്സെട്ര. ഇനി അത് കൂടാതെ എന്താണ് ഈ നേറ്റീവ് വെറൈറ്റീസ് കൊണ്ടുള്ള ഗുണം നോക്കാം. എക്സ്റ്റിങ്ഷൻ ഓഫ് ഇൻഡിജിനസ് വെറൈറ്റീസ് കോസസ് ഡെപ്ലിഷൻ ഓഫ് അവർ ബയോളജിക്കൽ വെൽത്ത്. നമ്മുടെ ബയോളജിക്കൽ വെൽത്ത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇൻഡിജിനസ് വെറൈറ്റീസിൻ്റെ എക്സ്റ്റിങ്ഷൻ കൊണ്ട്. നാടൻ ഇനങ്ങളുടെ എക്സ്റ്റിങ്ഷൻ നമ്മുടെ ബയോളജിക്കൽ വെൽത്തിൻ്റെ ശോഷണമാണ്. അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. വി ക്യാൻ ഡെവലപ്പ് ന്യൂ ഹൈ ക്വാളിറ്റി വെറൈറ്റീസ് ഓൺലി ഫ്രം ഇൻഡിജിനസ് വെറൈറ്റീസ്. ഈ ഇൻഡിജിനസ് വെറൈറ്റീസിൽ നിന്ന് മാത്രമേ നമുക്ക് പുതിയ ഹൈ ക്വാളിറ്റി വെറൈറ്റീസിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ആൻഡ് ദീസ് ഇൻഡിജിനസ് വെറൈറ്റീസ് ക്യാൻ സർവൈവ് ദ ചലഞ്ചസ് ഓഫ് അഡ്വേഴ്സ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. പ്രകൃതിയുടെ ചലഞ്ചസിനെ അതിജീവിച്ച് നിലനിൽക്കാൻ കഴിയുന്ന ഇൻഡിജിനസ് വെറൈറ്റീസിന് മാത്രമേ, അല്ലെ അതിൽ നിന്ന് മാത്രമേ നമുക്ക് ഹൈ ക്വാളിറ്റി ഓർഗാനിസംസിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മുടെ നേറ്റീവ് വെറൈറ്റീസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. വി മസ്റ്റ്ന്റ് ഇഗ്നോർ ദ റിയാലിറ്റി ദാറ്റ് ദീസ് വാല്യുബിൾ റിസോഴ്സസ് കനോട്ട് ബി റിഗെയിൻഡ് ഇഫ് ലോസ്റ്റ് വൺസ്. ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതിനെ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാനാവില്ല എന്ന വാസ്തവം അല്ല സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. സോ ഇറ്റ് ഈസ് വൺ ഓഫ് അവർ പ്രൈം ഡ്യൂട്ടീസ് ടു പ്രൊട്ടക്റ്റ് ആൻഡ് പ്രിസർവ് ദ ഇൻഡിജിനസ് വെറൈറ്റീസ്. നമ്മുടെ നാടൻ ഇനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി തന്നെയാണ്. സോ വാട്ട് ഈസ് ദ നീഡ് ഫോർ കൺസർവിങ് നേറ്റീവ് വെറൈറ്റീസ്? അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ: The native varieties are suitable for climate and soil. They have natural immunity, low cost of management, high disease resistance,
and we can develop new high quality varieties only from indigenous varieties that can survive the challenges of adverse climatic conditions. These are the importance of native varieties.